إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ختامه مسك وفي ذلك فليتنافس المتنافسون. أيها الناس أوصيكم وإياي أولا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും തഖ്വയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് സ്വന്തത്തെ മാറ്റി നിർത്താതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ ആദ്യത്തെ 10 പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭമാണ്. കാലാവസ്ഥ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. ചൂട് വളരെയധികം കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്നും ജമാഅത്തിന് പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയ ദൂരം പോലും വെയിലത്ത് നടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ അതിശക്തമായ ചൂടാണ്. ആ ചൂട്ടിലാണ് നമ്മുടെ നോമ്പുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസത്തിനും ചൂടിനും ക്ഷീണത്തിനും ഒക്കെ അനുസരിച്ച് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസം, അത് ഏത് റമളാൻ മാസം എടുത്തു നോക്കിയാലും അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത്, അഥവാ രണ്ടാമത്തെ 10ലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ പലപ്പോഴും ആളുകൾ കുറച്ച് അലസരാകുന്നത് കാണാൻ പറ്റും. കുറച്ചൊരു മടി വിശ്വാസികളെ പിടികൂടുന്ന ഒരു സന്ദർഭമാണ് രണ്ടാമത്തെ 10ഒക്കെ ആയിത്തീരുന്ന ഒരു സന്ദർഭം. അത് ചൂട് എന്നതല്ല, ഏത് കാലത്തും അങ്ങനെ തന്നെ. കാരണം തുടക്കം എന്ന് പറയുന്നത് ആവേശമാണ്. കാരണം റമളാൻ മാസം വന്നു എന്നതിൻ്റെ ഒരു തുടക്കം, പള്ളിയിലൊക്കെ ധാരാളം ആളുകൾ നിറഞ്ഞ് ധാരാളം ആളുകൾ തറാവീഹിനും ജമാഅത്തുകൾക്കുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ ഒടുക്കവും വലിയ ആവേശമാണ്. കാരണം തീർന്നു പോകുന്നു എന്നൊരു ജാഗ്രത, ഒരു പേടി റമളാൻ മാസത്തിന്റെ വിഷയത്തിൽ നമുക്കുള്ളത് കൊണ്ടും, അതുപോലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടും ഒക്കെ അവസാനത്തെ 10 കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധ പുലർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മധ്യപകുതിയിൽ രണ്ടാമത്തെ 10ൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ റമളാൻ മാസത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, റമളാൻ നമുക്ക് ശീലമായി മാറി എന്നുള്ളതാണ്. തുടക്കത്തിലെ ആവേശം അത് പതുക്കെ ഇങ്ങനെ അണഞ്ഞുപോയി. റമളാൻ നമുക്ക് ശീലമായി മാറുമ്പോൾ, ആ റമളാനിന്റെ പുതുമ നമുക്ക് നഷ്ടമായി പോകുമ്പോൾ, പ്രത്യേകിച്ച് റമളാൻ മാസവും അതല്ലാത്തൊരു ദിവസവും തമ്മിൽ
പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല. ഒന്നും കൂടി കടന്നു പറഞ്ഞാൽ, റമദാൻ അല്ലാത്തൊരു ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് റമദാനിനേക്കാൾ മെച്ചമുള്ളത് എന്ന അവസ്ഥയിലേക്ക് പോലും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ആളുകളും പരാതി എന്താ? വിശുദ്ധ ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും തിരക്ക് പിടിച്ച അവസ്ഥയിൽ ഓതാനും ആരാധനകൾ ചെയ്യാനും സമയം കിട്ടുന്നില്ല. സമയം വലിയ പ്രശ്നമാണ് എന്നാണ് എല്ലാവരുടെയും പരാതി. സഹോദരങ്ങളെ, സത്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഫജ്റിന് ശേഷം പല ആൾക്കാർ കിടന്നുറങ്ങാണ്. ഒരുപാട് സമയങ്ങൾ മണിക്കൂറുകളോളം ഫജ്റിന് ശേഷം കിടന്നുറങ്ങാണ്. അപ്പൊ ഫജ്റിന് ശേഷം ഓതാൻ സമയമില്ല, ആ സമയം നഷ്ടപ്പെടുത്താൻ. പിന്നെ ളുഹറിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് കൊടും ചൂടാണ്, അപ്പൊ അപ്പോഴും ക്ഷീണാണ് നമുക്ക്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അസർ നമസ്കാരം കഴിഞ്ഞ ആ സമയത്ത് ദിക്റും ദുആകളും ഓത്തും നടക്കുമെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് വിശപ്പും ക്ഷീണവുമാണ്. അസർ നിസ്കാരത്തിന് ശേഷം നമുക്ക് സമയം കിട്ടുന്നില്ല, കാരണം വല്ലാത്ത വിശപ്പാണ്, ക്ഷീണമാണ്. ഇങ്ങനെ നോക്കിയാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ ക്ഷീണമാണ്, നോമ്പ് തുറന്ന ക്ഷീണം, ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞൊരു ക്ഷീണം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ. ഇശ നിസ്കാരം കഴിഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളിലാണ്, കാരണം ഇതുവരെ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇശ നിസ്കാരത്തിന് ശേഷം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ ഏത് സമയത്താണ് ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്താണ് റമദാനിന്റെ സമയങ്ങൾ നമ്മൾ അധ്വാനിക്കുക? ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് പിടിപെടുന്ന ഒരു ശൈത്വാനിയത്താണത്, ഒരു പൈശാചികമായ ചിന്തയാണത്. റമദാൻ മാസത്തിൽ വളരെ കരുതലോടുകൂടി അതിന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ. പള്ളിയിലൊക്കെ റമദാൻ മാസം തറാവീഹിന്റെ സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ കുറവായി തുടങ്ങി. ഇശ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ തിരിഞ്ഞു നോക്കുകയാണ്. ആളുകൾ കുറവാണെങ്കിൽ പതുക്കെ തിരിഞ്ഞു പോവുകയാണ് സുന്നത്ത് നിസ്കരിച്ചിട്ട്. സഹോദരങ്ങളെ, ആവേശം നമുക്ക് ഒരിക്കലും കെട്ടുപോയിക്കൂടാ. കാരണം അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാ സൗകര്യങ്ങളിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവരൊക്കെ എങ്ങനെയായിരുന്നു നോമ്പ് നോറ്റിരുന്നത്? ബദർ യുദ്ധം നടന്നത് റമദാൻ മാസത്തിലല്ലേ? നോമ്പ് നോറ്റോരും നോൽക്കാത്തവരൊക്കെ ഉണ്ടല്ലോ. എത്രയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വലിയ പ്രയാസത്തിലായിരുന്നു. ഭക്ഷണം യഥാർത്ഥ രൂപത്തിൽ ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ള, ഭക്ഷണം കഴിക്കാനില്ലാതെ നേരാൻ വണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നോമ്പ് തുറന്നതിന് ശേഷവും പട്ടിണി അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും പട്ടിണി ആർക്കാണ് സഹിക്കാൻ കഴിയുക? അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ വലിയൊരു ഹൈറിലാണ്, ഞാമത്തിലാണ് എന്ന ബോധം നമുക്ക് വേണം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് വേണം. പല ആളുകളും 4 റക്അത്ത് നിസ്കരിച്ചാൽ 6 റക്അത്ത് നിസ്കരിച്ചാൽ അത്ര മതി എന്നും നിസ്കരിക്കണ്ടല്ലോ എന്നാ. ചുരുക്കത്തിൽ അയാൾ ഒരു 2 റക്അത്ത് കൊണ്ട് ഒരു വിത്ർ പൂർത്തീകരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന പ്രതിഫലത്തിന്റെ അളവ് എത്ര വലുതാണ്? രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി, ഇമാമിന്റെ കൂടെ തുടങ്ങി ഇമാമിന്റെ കൂടെ അവസാനിപ്പിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്നാണ്. രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടും. പക്ഷെ വിത്ർ ഒഴിവാക്കിയിട്ട് പോകും, അല്ലെങ്കിൽ 2 റക്അത്ത് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകും. രാത്രി ഒരുപാട് വീണ്ടും നിസ്കരിക്കുക, പിന്നെ വിത്റാക്കണ്ടെന്നേ ഉള്ളൂ, പിന്നെയും വിത്ർ ചെയ്യണ്ട എന്നേ ഉള്ളൂ, അയാൾ വീണ്ടും നിസ്കരിച്ചിക്കാം. അപ്പൊ സഹോദരങ്ങൾ, നമ്മുടെ അശ്രദ്ധ അത് റമദാൻ മാസത്തിൽ ഈ രൂപത്തിലുള്ള അശ്രദ്ധ എന്ന് പറയുന്നത് വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നതാണ്. കാരണം റമദാൻ മാസത്തിലുള്ള അമലുകൾ അതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ എത്ര വലുതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. ഒരു നന്മക്ക് 10 പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി നിർത്തിയത് 700 ഇരട്ടിയിൽ കൂലി ഉണ്ട് എന്നാണ്. ഒരു കാര്യം 700 പ്രാവശ്യം ചെയ്യാൻ നമുക്ക് പറ്റും. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം 700 പ്രാവശ്യം ചെയ്യാൻ സഹോദരങ്ങൾ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ, ഒറ്റ ചെയ്യാൻ കഴിയുള്ളൂ. ആ നന്മ 700 തവണ ചെയ്താൽ എത്ര പ്രതിഫലം നമുക്ക് കിട്ടും? അത്ര കിട്ടും എന്നറിഞ്ഞത്. ഒരു നന്മക്ക് ഒരാളുടെ ഈമാനും നിയ്യത്തും ഉണ്ടെങ്കിൽ അത്ര കിട്ടും എന്നാ പറഞ്ഞത്. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ അതുമല്ല. നോമ്പെന്ന ആരാധനക്രമത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒഴിച്ചിട്ട് പറഞ്ഞു നിങ്ങളാ ഇല്ല സൗം, അതിൽ നിന്ന് നോമ്പ് പുറത്താണ് കേട്ടോ. കാരണം അതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി 700-ൽ നിൽക്കൂല. 700-ൽ നിൽക്കാത്ത പ്രതിഫലം നോമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? എന്തേ കാരണം?
അള്ളാഹു കണക്കില്ലാതെ കൂലി നൽകുമെന്ന് പറഞ്ഞൊരു വിഷയം, അത് ഒരു മാനസികമായ ഒരു ആരാധനയാണ്, ക്ഷമയാണ്. ക്ഷമക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് കണക്കില്ലാതെ കൂലി കിട്ടും എന്ന് പറഞ്ഞത് ക്ഷമക്ക് മാത്രമാണ്. ആ ക്ഷമയാണ് നോമ്പിൽ നിറയെ. അത്താഴം കഴിച്ചത് മുതൽ മഗ്‌രിബ് നിസ്കാരിക്കുന്നത് വരെ, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ആ നോമ്പിൽ എന്താ ഉള്ളത്? ക്ഷമിക്കാണ് മനുഷ്യൻ. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, തെറ്റായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരാധനകൾ, ഈ പ്രയാസത്തിന്റെ ഒക്കെ പുറത്ത് ആരാധനകൾ ചെയ്യുന്നു. ക്ഷമിക്കുകയാണ് മനുഷ്യൻ. ആരാധന ചെയ്യുമ്പോൾ ക്ഷമ, ക്ഷമിച്ച് ആരാധന ചെയ്യുന്നു. തെറ്റുകൾ ഒഴിവാക്കുന്നിടത്ത് ക്ഷമ, അയാൾ ക്ഷമ പുലർത്തുന്നു. അയാളുടെ ദാഹവും വിശപ്പും എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. ഇതാണ് നോമ്പിലുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്തൊരു കൂലി, ഓരോരുത്തരെ എത്ര ക്ഷമിച്ചത് നമുക്കറിയില്ല. കണക്കാക്കാൻ പറ്റുമോ? ഒരാളുടെ ദാഹത്തിന്റെ അളവ് കണക്കാക്കാൻ പറ്റുമോ? മറ്റൊരാളുടെ വിശപ്പിന്റെ അളവ് കണക്കാക്കാൻ കഴിയുമോ? ആ വിശപ്പിന്റെ പുറത്തും അയാൾ ഏത് മാനസികാവസ്ഥയിലാണ് ആ ആരാധന ചെയ്തത്, ആ 2 റക്അത്ത് എങ്ങനെ കയറി നിസ്കരിച്ചതാണെന്നുള്ളത് പറയാൻ പറ്റുമോ? അള്ളാഹ്ക്ക് അറിയാൻ പറ്റും. ഏത് സമയത്താണ് നാവ് കുടഞ്ഞിട്ടും ദാഹിച്ചും വിശപ്പ് സഹിച്ചും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലും അയാൾ വീണ്ടും എടുത്ത് ഓതുകയാണ് 2 പേജ്. നാവ് കടഞ്ഞിട്ടുണ്ട്, വീണ്ടും തപ്പിത്തടഞ്ഞ് ഓതുകയാണ്. ആ അവസ്ഥ അള്ളാഹ്ക്ക് കണക്കാക്കാൻ പറ്റും. അതിൻ്റെ കൂലി നിശ്ചയിക്കാനും പടച്ചറപ്പിന് കഴിയുന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കണക്കില്ലാത്തൊരു കൂലി നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ അവസരത്തിൽ മറന്നു പോകാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ, അതാണ് നമുക്ക് ആവേശമാകേണ്ടത്. റമളാൻ മാസത്തിൽ ആരാധന ചെയ്യാൻ നമുക്ക് ആവേശമാകുന്നത് 2 കാര്യങ്ങളായിരിക്കണം. ഒന്നെന്താ? നമ്മുടെ മുൻഗാമികളായ സലഫുകളുടെ മാതൃക. അവരെങ്ങനെയാണ് ഈ റമളാൻ മാസത്തെ കണ്ടത് എന്നുള്ളത്, അവരുടെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ അത് കണ്ടിട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ സഹോദരങ്ങളെ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ജസാ, പ്രതിഫലം, ആ പ്രതിഫലം എന്താ? സ്വർഗമാണ്. അള്ളാഹ് നൽകുന്ന പ്രതിഫലം സ്വർഗമാണ്. സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാനിരിക്കുന്നത്. ആ സ്വർഗത്തെ കുറിച്ച് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ സ്വർഗത്തെ ഒരാൾ ഇങ്ങനെ കണ്ണിൽ കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്ന ഹദീസുകൾ ഇങ്ങനെ നിവർത്തി വെച്ച് വായിച്ചാൽ ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, സ്വർഗത്തിലേക്ക് കടത്തപ്പെടുന്ന അവസാനത്തെ വ്യക്തി, അയാൾക്ക് അയാളുടെ സ്വർഗം അള്ളാഹ് കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ കാണുന്ന ഒരു ഭവനം, അതിസുന്ദരമായ പ്രകാശിക്കുന്ന ഒരു ഭവനത്തിന്റെ മുമ്പിൽ പോയി അയാൾ സുജൂദ് ചെയ്യുമ്പോ എന്താ? മലക്കുകളൊക്കെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. മലക്കുകൾ അയാളുടെ സേവകന്മാരായ മലക്കുകളാണ്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത മലക്കുകൾ. ആ മലക്കുകൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, എന്താണ് ഈ ചെയ്യുന്നത്? എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അയാൾ പറയുന്ന മറുപടി, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു. റഅയ്തു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു. അത്യധികം അയാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗത്തെ കണ്ടാൽ തന്നെ ഒരു മനുഷ്യന്റെ നിലവാരം ഈ ലോകത്ത് നിന്ന് വ്യത്യസ്തമെന്ന് തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവിന്റെ പുറത്തും സ്വർഗത്തിലെ മറ്റൊരു അനുഗ്രഹത്തെ കണ്ടപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് പോലും സ്വബോധം മറന്ന്, ചിന്തകൾ മറന്ന്, അതിൻ്റെ ആ ഭംഗി കണ്ട്, അതിൻ്റെ മനോഹാരിത കണ്ട്, അതിൻ്റെ പ്രകാശത്തെ കണ്ട് അത് പടച്ചോനാന്ന് വിചാരിച്ചു പോയി. ആര്? ജസാ കഴിഞ്ഞ മനുഷ്യൻ, മരണം കഴിഞ്ഞ മനുഷ്യൻ, ഖബർ കഴിഞ്ഞ മനുഷ്യൻ, മഹ്ശറ കഴിഞ്ഞ മനുഷ്യൻ, ഇതൊക്കെ കഴിഞ്ഞ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു മനോഹരമായ പ്രകാശ ഗോപുരം അയാൾക്ക് അള്ളാഹു നൽകുന്ന വൈഡൂര്യ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അത് പടച്ചോനെന്ന് ചിന്തിച്ചു പോകുകയാണ്. അതിന്റെ തിളക്കം കൊണ്ട്, മനോഹാരിത കൊണ്ട്. ആ സ്വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സ്വർഗത്തിലെ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമില്ല. സ്വർഗത്തിൽ ഒരു വീട് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവിൽ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ, ഈ ഭൂമി തുടങ്ങിയത് മുതൽ അതിന്റെ ഒടുക്കം വരെ ഏതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ഭവനത്തെക്കാളും കിടപിടിക്കാവുന്നതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ഒറ്റയ്ക്ക് ലഭിക്കുന്നതിനേക്കാളും മനോഹരമാണെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്കുള്ള വിവേകം ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായും അത് ലഭിക്കാൻ വേണ്ടി മനുഷ്യന്മാർ പണിയെടുക്കും. മറ്റൊന്നെന്താ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുന്ന് കാലഘട്ടത്തിൽ സ്വഹാബാക്കൾ അനുഭവിച്ച പ്രയാസവും ക്ഷീണമൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കുടിയിരുത്തി കഴിഞ്ഞാൽ നമ്മളൊന്നും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു പ്രയാസമേ അല്ല എന്ന തിരിച്ചറിവിലേക്ക് വിശ്വാസികൾക്ക് എത്താൻ കഴിയുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഹിജ്റ 9 റജബ് മാസത്തിൽ നമ്മുടെ മുൻഗാമികൾ വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും ഒരു വിശ്വാസി റമളാനിൽ അനുഭവിക്കുന്ന അതാണല്ലോ അല്ലേ? ഒരു വിശ്വാസി റമളാൻ മാസത്തിൽ അനുഭവിക്കുന്ന അതാണ്, വിശപ്പും ദാഹവും ക്ഷീണവും ചൂടും ഒക്കെ. എന്നാൽ ഇതിനേക്കാളും നമ്മളെക്കാളും ചൂടും വിശപ്പും ദാഹവും ഒക്കെ അനുഭവിച്ച മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 9 തബൂക്ക് യുദ്ധം നടക്കുന്നത്. റോമക്കാർക്കെതിരാണ് ആ യുദ്ധം. തബൂക്കിലെ യുദ്ധം റോമക്കാർക്കെതിരാണ്. ഹിജ്റ 9 നടക്കുന്നത്, റജബ് മാസത്തിൽ. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് 700-ലധികം കിലോമീറ്റർ ഉണ്ട്. 700-നടുത്ത് കിലോമീറ്റർ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് കടന്നു പോകണം, യാത്ര പോകണം. എന്നിട്ടാണ് പിന്നെ യുദ്ധം ചെയ്യേണ്ടത്. യാത്ര അത്ര ഉണ്ട്, എന്നിട്ട് യുദ്ധം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളാണെങ്കിൽ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയാണ്, യാതൊന്നും കയ്യിലില്ലാത്ത അവസ്ഥ, വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് യുദ്ധത്തിനുള്ള വെളിയാളം വരുന്നത്. അതികഠിനമായ കാലാവസ്ഥ പ്രതികൂലമാണ്, അതികഠിനമായ ചൂടാണ്, യാത്രകളുടെ സൗകര്യക്കുറവാണ്. വളരെ വലിയൊരു ദൂരമുണ്ട്. 700 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കും അല്ലെ? ഇവിടുന്ന് മംഗലാപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാണ്. അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിലൂടെ 700 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആ സഞ്ചാരത്തിന്റെ ഒരു പ്രയാസത്തെ നമുക്ക് മനസ്സിലേക്ക് കുടിയിരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇതിന് പേരുണ്ട്, ജയ്ഷുൽ ഉസ്ര എന്നാണ്. തബൂക്കിലേക്കുള്ള സംഘത്തെ, തബൂക്കിലേക്കുള്ള സൈന്യത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജയ്ഷുൽ ഉസ്ര, ഞെരുക്കത്തിന്റെ പ്രയാസത്തിന്റെ സംഘം, സൈന്യം എന്നതാണ് തബൂക്കിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്, എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തു. ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളൊക്കെ കൊടുത്തു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ അവിടെയാണ് വായിക്കുന്നത്. എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് കൊട്ടി കൊടുത്തു എന്നാണ്. വീട്ടിലുള്ളതൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് കൊട്ടി കൊടുത്തതൊക്കെ വിറ്റിട്ട് ഇതിന് പൈസ എടുക്കാന്ന്. ഇതിനൊക്കെ വിറ്റ് പൈസ എടുക്കാം. ചട്ടിയും കലവും പാത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ കൊടുത്ത് അതിന്റെ പണം എടുത്ത് ഉപയോഗിച്ചു റസൂൽ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അപ്പൊ എന്താണ് മാതാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കർ ഇങ്ങനെ കൊണ്ടുവന്ന് ചെരിഞ്ഞപ്പോൾ വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹ വറസൂല, ഇനി അവർക്കൊന്നുമില്ല, അല്ലാഹു റസൂൽ അല്ലാതെ ഇനി അവർക്കൊന്നും ബാക്കി വീട്ടിലില്ല എന്നാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതാ ചരിത്രങ്ങളൊക്കെ നമ്മൾ തബൂക്കിന്റെ യാത്രയിലാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 300 ഒട്ടകങ്ങൾ കൊടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ. 300 ഒട്ടകങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. 1000 സ്വർണ്ണ നാണയങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചെരിഞ്ഞു എന്നാണ്. അങ്ങനെ കെട്ടുകളാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞു എന്നാണ്. ഒരു വ്യക്തിക്ക് ചുമക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുവന്നിട്ട് ആ സ്വർണ്ണ നാണയ കട്ടികൾ അവിടെ കൊണ്ടുവന്ന് ചെരിഞ്ഞു എന്ന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം തൂകി പറഞ്ഞ വാക്കുകൾ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്നത്തേതിന് ശേഷം ഉസ്മാനിന് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഉസ്മാൻ ഇന്നത്തേതിന് ശേഷം ഉസ്മാൻ എന്ത് ചെയ്താലും ഉസ്മാനെ പ്രയാസകരമായി ബാധിക്കൂല. അത്രയധികം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെയും റസൂലുള്ള ഈ വാക്ക് പറഞ്ഞിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെയും ദാനധർമ്മങ്ങൾ 100 കുതിരകളോളം മറ്റും ഒക്കെ കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരളവ് തബൂക്ക് യുദ്ധത്തിന് ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ യുദ്ധ ദൂരം പിന്നിടേണ്ടത് 700 കിലോമീറ്റർ പിന്നിടേണ്ടത് വാഹനങ്ങളുണ്ടോ? വാഹനങ്ങളില്ല. അന്ന് മൃഗങ്ങളിലാണ്, മൃഗങ്ങളുടെ പുറത്തേറിക്കൊണ്ടാണ് പോകേണ്ടത്. കാന യശ്തരികു ഫിൽ ബഈരിൽ വാഹിദി ജമാഅത്തുൻ കസീറ വഖീല ബലഉ 17 റജുലൻ. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 17 ആളുകൾ ഊഴം മാറി സഞ്ചരിച്ചു. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 17 വ്യക്തികൾ ഊഴം മാറി സഞ്ചരിക്കണം. ഒരാൾ കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി 16 ആൾ സഞ്ചരിച്ചാലാണ് അടുത്തൊരു ഊഴം നടപ്പ് കഴിഞ്ഞ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. സഹോദരങ്ങൾ, ആ ചൂട്ടിൽ മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരം നമുക്കറിയില്ലേ? മക്കയിലും മദീനയിലൊക്കെ ഉംറക്ക് പോയ ആളുകൾക്ക് അറിയാം. മക്ക വിട്ട് മദീനയിലേക്കുള്ള യാത്ര ബസ്സിൽ പോകുമ്പോൾ ഇന്ന് എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങളുള്ള റോഡിൽ, ആ റോഡിൽ കൂടെ നടന്നു പോകുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രയാസം എത്രയാണ് അല്ലേ?
AC ഉള്ള ബസ്സിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും നടന്നു പോയ മണ്ണല്ലേ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ആ ത്യാഗത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് പ്രായം 60 വയസ്സാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പൗരോഹിത്യമൊക്കെ പച്ച പുതപ്പുകൾ അണിഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരകുട്ടികളാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പ്രത്യേകം പഠിക്കേണ്ടതാണ്. 60 വയസ്സുള്ള പ്രവാചകൻ പോലും ഊഴം സ്വീകരിച്ച് അനുയായികളുടെ കൂടെ ഊഴം നിന്ന് 16 ആളുകൾ കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രായത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഊഴം സ്വീകരിച്ചെന്നാണ്. ബാക്കി 16 ആള് നടക്കും പോലെ നടന്ന് അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടകത്തിന്റെ പുറത്ത് കയറാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. നമ്മൾ ളുഹറിന് ശേഷം ചൂടാണ്, പ്രശ്നമാണ്, നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. റമദാൻ മാസം നമുക്ക് ആരാധനകൾ ചെയ്യുന്നതിൽ നിന്ന് തടസ്സമാകാൻ പാടില്ല നമ്മുടെ ക്ഷീണങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന സീറയിൽ കാണാം, തശഖഖത് അഖ്ദാമുഹും വസുഖിതത് അൽഫാറുഹും മിൻ ശിദ്ദത്തിൽ മശി. യാത്ര നടന്ന് കാലുകൾ പൊട്ടി, അവരുടെ കാലുകൾ തോലുകൾ ചീന്തി പോന്നു, നഖങ്ങൾ കൊഴിഞ്ഞു പോയി എന്നാണ്. നഖങ്ങൾ ചവിട്ടി നടന്ന് വിണ്ട് കയറി നഖങ്ങൾ കൊഴിഞ്ഞു പോയിരുന്നു സഹാബത്തിന്റെ എന്ന ആ യാത്രയിൽ. വിശപ്പ്, അതികഠിനമായ വിശപ്പ്, എരിപൊരി കൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലൂടെയാണ് അവർ നടക്കുന്നത്. ഒരു നോമ്പുകാരനുള്ള വിശപ്പിനേക്കാളും വലിയ വിശപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും അനുഭവിച്ചത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാൻ, കാനൂ യർബിതൂന അലാ ബുതൂരിഹിം അൽ ഹിജാറ മിൻ ശിദ്ദത്തിൽ ജൂഅ്. ഖന്തക്കിൽ മാത്രമല്ല, ഖന്തക്ക് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ മാത്രമല്ല കല്ല് കെട്ടിയിട്ടുള്ളത്, ഇവിടെയും കല്ല് കെട്ടിയിട്ടാണ് അവർ സഞ്ചരിച്ചത്. അവിടെ കിടങ്ങ് കുഴിക്കുന്നത് കല്ല് കെട്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ യാത്ര പോകുന്നത് നടു നേരെ നിൽക്കണമെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും വേണം. വയറ് കാലിയാണെങ്കിൽ നേരെ നിൽക്കാൻ കഴിയില്ല. ആ നടു നിവർത്താൻ വയറ്റത്ത് കല്ല് വെച്ച് തുണി പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് എന്നാണ്. അത്ര വിശപ്പുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ അസ്വാബഹുൽ ജൂഉ ഹത്താ അകലു വറഖ അശ്ശജറ വശൗക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സ്വഹാബിമാർ, 30,000 ആളുകളുണ്ട്, 30,000-ത്തിന് അടുത്താണ് ആളുകളുള്ളത്. നബിയുടെ ചില സ്വഹാബിമാർ വഴിയിൽ കണ്ട ഇലകളൊക്കെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങിയെന്നാണ്. വിശന്നിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് കണ്ണിൽ കണ്ട ഇലകൾ കഴിക്കാൻ തുടങ്ങി. ചില ആളുകൾ മരുഭൂമിയിലെ മുള്ളുചെടികൾ കഴിച്ചു. ആ മുള്ളുചെടികൾ കഴിച്ചത് കാരണം അവരുടെ അഹദാക്കുകൾ, വാച്ചിരികൾ അതിൽ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങിയെന്നാണ്. അത് ചവച്ചപ്പോൾ അതിൽ നിന്നും കീറി രക്തം വരാൻ തുടങ്ങി. അത്രയധികം ദുർഘടമായിരുന്നു അവരുടെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവസാനം വിശന്നിട്ട് ജീവൻ നിലനിർത്താനുള്ള അവസാന മാർഗം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സ്വഹാബിമാർ വന്നിട്ട് പറഞ്ഞു, ഒട്ടകപ്പുറത്ത് ഞങ്ങൾ സഞ്ചരിക്കുന്നില്ല, ഞങ്ങൾ നടന്നോളാം, ഒരു ഒട്ടകത്തെ നമുക്ക് അറുക്കാം. ആ ഒട്ടകത്തെ ഒട്ടകത്തെ അറുത്തു. അവര് സഞ്ചരിക്കുന്നത് നടന്നിട്ട് സഞ്ചരിച്ചോളാം എന്ന് പറഞ്ഞ് ചില ഒട്ടകങ്ങളെ അവർ അറുത്ത് അതിന്റെ അക്രാശുകളിൽ നിന്ന് കൃഷികൾ, ഒട്ടകം വെള്ളം ശേഖരിക്കും നമുക്കറിയാം. അപ്പൊ ആ കുടലുകളിൽ നിന്ന് വെള്ളം അവർ ശേഖരിച്ചു, അതുപോലും കുടിക്കുകയുണ്ടായി എന്നാണ്. ആ മാംസം ഉപയോഗിക്കുന്നതിന്റെ കൂടെ അതിന്റെ കൃഷികളിൽ നിന്നുള്ള വെള്ളം പോലും അവർ ശേഖരിക്കുകയും അത് കുടിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അത്ര വിശപ്പും ക്ഷീണവും ദാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അനുഭവിക്കുകയുണ്ടായി എന്നുള്ള. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പടച്ചോനെ സൂക്ഷിക്കണം. നമ്മൾ ക്ഷീണത്തിന്റെ പേര് പറഞ്ഞ്, നമ്മൾ വിശപ്പിന്റെ ക്ഷീണത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് ദിക്റും ദുആയും ഒഴിവാക്കി ഏസിട്ട് കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ നോമ്പിനെ നമ്മൾ റമളാനെ ആദരിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ നോമ്പിനെ നമ്മൾ വിലവെക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ളവർ തന്റെ 60-ാം വയസ്സിലും ഇவ்விധം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ഈ പരിശുദ്ധ റമളാനിൽ കാഴ്ചവെക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, ധാരാളം ആരാധന കർമ്മങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം അതിൻ്റെ രാവിലും പകലിലും വിശ്വാസികളായ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നതിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മം തെളിവാണ്. ദാനധർമ്മം തെളിവാണ്, ബുർഹാനാണ്. ബുർഹാൻ എന്ന് വെച്ചാൽ തെളിവാണ്, പ്രമാണമാണ് എന്നാണ് അർത്ഥം. തെളിവാണ് എന്നാണ് അർത്ഥം. എന്തിന്റെ തെളിവ്, എന്തിന്റെ പ്രമാണം? പണ്ഡിതന്മാർ പറഞ്ഞു, ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്നാണ്. ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ദാനധർമ്മം. എന്തേ ഒരാൾക്ക് ഒരു 10 രൂപ എടുത്ത് കൊടുക്കുന്നത്? അവിടെ കിട്ടും, കിട്ടി എന്ന ഉറപ്പാണ്, അല്ലെ? കിട്ടി എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ആ എടുത്തു കൊടുക്കുന്നത്. വിശ്വാസം അല്ലെങ്കിൽ, കിട്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലെങ്കിൽ ഇവിടെ തന്നെ ചെലവാക്കി തീർക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കുക, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ആടിനകത്തിട്ട് ഒരു കുറു മാറ്റി വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാകം ചെയ്ത് കറി വെച്ചു കൊടുക്കാൻ. അപ്പൊ നബി അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. റസൂലുള്ളാഹി വന്നപ്പോ തന്നെ ചോദിച്ചത്, ആയിഷ ഇന്ന് അറവുണ്ടായിരുന്നു അല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് മാംസം ചോദിക്കാമെന്ന് കരുതി ആയിഷ ബീവി പറഞ്ഞു, അതെ റസൂലെ, അങ്ങേക്കും മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു കുറുക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുറുക് മാത്രം നഷ്ടമായി അല്ലേ ആയിഷ? എല്ലാം കിട്ടി. ആ മുറിച്ച മാംസത്തിന്റെ എല്ലാ പ്രതിഫലവും കിട്ടി, എല്ലാ രോമത്തിനും എല്ലാത്തിനും മാംസത്തിനും ഒക്കെ കിട്ടി. പക്ഷെ ഈ കുറുക് മാത്രം നഷ്ടപ്പെട്ടില്ലേ എന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. എന്താ വിശ്വാസിയുടെ സമ്പാദ്യം? ഇത് കുറെ ഇങ്ങനെ എടുത്തുവെച്ച് ഇവിടെ ഒരു വീട് കയറ്റി, വീട് അതിന്റെ മോഡല് മാറുമ്പോ വീണ്ടും പൊളിച്ചിട്ട് വീണ്ടും അടുത്തൊരു മുഖം മാറ്റി, വീണ്ടും ചില്ലിട്ട്, പിന്നെ വീണ്ടും പെയിന്റ് അടിച്ച്, ഇതിങ്ങനെ കാലം കഴിയുന്ന അല്ല. വഫീ അംവാലിഹിം, വിശ്വാസിയുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ജീവിതമാർഗം തടയപ്പെട്ട് ഇങ്ങനെ കുടുങ്ങി വന്ന് നിൽക്കൂലേ ചില മനുഷ്യന്മാര്? അള്ളാഹ് നമ്മളാക്കിയില്ലല്ലോ, അള്ളാഹ് നമ്മളാക്കിയില്ല. മറ്റൊരാളുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ അള്ളാഹ് നമ്മളാക്കിയില്ലല്ലോ. നമ്മളാക്കിയിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? അള്ളാഹ് നമ്മളെ പ്രതാപിയാക്കിയില്ലേ? അള്ളാഹു നമുക്ക് ഔദാര്യം നൽകിയില്ലേ? മറ്റൊരാളുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടാത്ത വണ്ണം അള്ളാഹ് നമുക്ക് ഫദ്ല് തന്നില്ലേ? ആ ഫദ്ല് കുറച്ച് തിരിച്ചു കൊടുക്കുന്നതാണ് ചോദിക്കുന്നത്. വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ജീവിതമാർഗം തടയപ്പെട്ടവർക്കും ആ ഗേറ്റ് ഇങ്ങനെ തുറന്ന് കടന്നു വരുന്ന, നടന്നു വരുന്ന, ചോദിച്ചു വരുന്ന മനുഷ്യർക്കും അവർക്കുള്ള അത്താണിയുണ്ട് എന്നാണ്. അതാണ് വിശ്വാസിയുടെ സമ്പത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആ സമ്പത്തിനെ കുറിച്ച്, ആ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ ഇല്ലാ യഖ്ബലുല്ലാഹു ബിയമീനി. ഒരു മനുഷ്യൻ കൊടുക്കുന്ന സമ്പത്ത് അത് എത്ര കുറവാണെങ്കിലും വലത് കരം കൊണ്ട് റബ്ബ് സ്വീകരിക്കുന്നതാണ്. പിന്നെയോ അവൻ കൊടുത്തത് ചെറിയ പൈസയായിരിക്കും, പക്ഷെ അതിന്റെ പ്രതിഫലം പരലോകത്ത് വിതരണം ചെയ്യപ്പെടുമ്പോൾ പർവ്വതങ്ങൾ കൊടുത്തതുപോലെ, പർവ്വത സമാനമായി സദഖ നിർവഹിച്ചത് പോലുള്ള കൂലി അല്ലാഹു തരുന്നത്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, ഇതാണ് പടച്ചവന്റെ കാരുണ്യം എന്ന് പറയുന്നത്. കുറച്ച് ചെയ്താലും അതിന്റെ പ്രതിഫലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഒരു നന്മ ഉദ്ദേശിച്ച് നല്ല മനസ്സുമായി കൊടുത്താൽ അള്ളാഹ് ഒരിക്കലും അത് വെറുതെ ആക്കൂല. അവന്റെ കണ്ണ് തുറപ്പിക്കുന്നത് തിരിച്ച് പകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി, നമ്മൾ ഈ വന്നിരിക്കുന്ന പള്ളി, ഈ പള്ളിക്ക് വലിയ ബാധ്യതകളുണ്ട്. ഒരു പള്ളിക്ക് എല്ലാ കാര്യത്തിലും ചെലവുകൾ ഉണ്ടായിരിക്കും, അല്ലെ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഇമാം, ആ ഇമാമിന്റെ കാര്യത്തിലുള്ള ചെലവുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ആളുകൾ വന്ന് ഉളുവെടുക്കുകയും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പള്ളിക്ക് ഒരു ചെലവുണ്ടായിരിക്കും. നമ്മുടെ പള്ളിയിലുള്ള ചെലവുകൾക്കുള്ള സമാഹരണം, ധനസമാഹരണം നടത്തുന്നത് ഈ റമളാൻ കാലത്ത് നമുക്ക് കിട്ടുന്ന ദാനധർമ്മങ്ങൾ ശേഖരിച്ചു വെച്ച് മാത്രമാണ് പ്രധാനമായും ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ചെലവുള്ളത്. നല്ല ഒരു സ്വതക്ക നമ്മുടെ ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, ഈ ദുനിയാവിലൊന്നും പ്രതീക്ഷിക്കരുത്,
ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നൽകാൻ സാധിക്കണം. അത് കേവലം ഈ പള്ളിയിൽ നിന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സംഖ്യ കരുതി മാറ്റിവെച്ച് അത് ഇവിടെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഈ പള്ളിയിൽ എന്ത് നന്മകൾ നടക്കുമ്പോഴും അതിൻ്റെ ഒരു കൂലി നമുക്ക് ലഭിക്കും എന്ന ആത്മാർത്ഥമായി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സഹോദരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്സദഖത്തു തുത്ഫിഉൽ ഖതിയ, തെറ്റുകാരാണ് നമ്മൾ, പാപികളാണ് നമ്മൾ, എല്ലാം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. തുത്ഫിഉൽ ഖതിയ കമാ യുത്ഫിഉൽ മാഉ വന്നാർ, ഒരു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീയിനെ വെള്ളം കൊടുന്ന് ഒഴിച്ചാൽ എങ്ങനെ കെടുമോ അതുപോലെ പാപങ്ങളെ പൊറുക്കാൻ കഴിവുള്ളതാണ് സ്വതക്ക. ദോഷങ്ങളെ ചെറുക്കാൻ കഴിവുള്ളതാണ് സ്വതക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ഈ റമളാൻ കാലഘട്ടത്തിൽ സ്വതക്ക ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പല ആളുകളും പരാതിയാണ്, റസീറ്റ് പിന്നെയും വരുന്നതാണ്, ഒരാൾക്ക് കൊടുത്തു പിന്നെയും കൊടുത്തു. സഹോദരങ്ങൾ, ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് പടച്ചോൻ നമുക്ക് തന്നില്ലേ? ഇതൊക്കെ തിരിച്ചു കിട്ടുന്നതല്ലേ? എല്ലാം തിരിച്ചു കിട്ടുന്നതല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വതക്കയുടെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരണം വരിക്കുന്ന മുവഹ്ഹിദീങ്ങളിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.